മോളെ തുറക്കാൻ നീയൊക്കെ അകത്ത് എത്ര ഒളിച്ചിരുന്നാലേ എന്റെ അമ്മയെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോടെ ചൂടും ഞാൻ. അയ്യോ, നിന്റെ അമ്മ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീയൊക്കെ കയറി ഒളിക്കുന്നതിനാ. എന്റെ അമ്മ എവിടെ? എന്താടി നിന്റെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? ആ, ഇനി രണ്ടെണ്ണം പുറത്തേക്ക് ഇറങ്ങുന്ന എനിക്കൊന്ന് കാണണം. എന്റെ അമ്മയെ നീയൊക്കെ കൂടെ കൊന്നു കാണും. എന്നിട്ട് നിനക്കൊക്കെ ഇവിടെ ജീവിക്കാനാണോ വിചാരം? കാണിച്ചു തരാടി നിന്നെയൊക്കെ ഞാൻ. കൂട്ടി അകത്ത് തന്നെ ഇരുന്നോ. അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പോയെന്നാ തോന്നുന്നേ. ഇപ്പോഴൊന്നും കഥക് തുറക്കണ്ട. എവിടെയെങ്കിലും പമ്മി നിൽക്കുവാണെങ്കിലേ പുറത്തോട്ട് ഇറങ്ങുമ്പോ കഷ്ടി കയറി പിടിച്ചെന്ന് വരും. അത് ശരിയാ, അവന്റെ വീടായിരുന്നല്ലോ ഇത്. എവിടെ പമ്മി നിക്കണോന്ന് അവനറിയാം. അവന്റെ അമ്മയെ നമ്മൾ കൊന്നു പുഴയിലെറിഞ്ഞില്ല. അവൻ നമ്മളെ അത് ചെയ്യും. ഇനി രാത്രിയിൽ കഥക് പൊളിച്ച് അകത്ത് കിടക്കൂ. പപ്പൻ ഉൾപ്പെടെ ഒരു സംഘം തന്നെ അവന്റെ കൂടെയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഭയന്നേ ജീവിക്കാൻ പറ്റൂ. എവിടെയാ എന്റെ അമ്മ? എവിടെയാ നീ കൊന്നു തള്ളിയത്? അമ്മ വീട്ടിലുണ്ട്. ഏത് വീട്ടില്? ഏത് വീട്ടിലാടാ അമ്മ? പറയടാ. ഏത് വീട്ടിലാ? എന്റെ അച്ചിയുടെ വീട്ടിലോ? എന്നെ കണ്ടപ്പോ രണ്ടെണ്ണോടെ അകത്ത് കയറി കഥ കടച്ചിരിക്കുക. അതുകൊണ്ടേ നിന്നെ കാണാൻ ഞാൻ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. നീ പറയണം, നമ്മുടെ അല്ല എന്റെ അമ്മ എവിടെയെന്ന്. എനിക്കറിയില്ല. എവിടെയാ കൊന്നു തള്ളിയേ? അമ്മ വീട് വിട്ടു പോയിന്ന് ഉറപ്പിച്ചിട്ടാ ഞാൻ ചോദിക്കുന്നത്. അന്ന് കണ്ണേടന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ അമ്മയെ കാണാനില്ല. എവിടെ പോയെന്ന് അറിയില്ല. പറയടാ, പറയടാ അമ്മ എവിടെയാണെന്ന്. എടാ, ഞാൻ തല്ലിയ നീ ചത്തു. ഒരിക്കൽ കൂടി ജയിലിലേക്ക് പോകാൻ വയ്യാത്തോടാ. അന്ന് അമ്മ വീട്ടിൽ വന്ന് ആർത്തിയോട് ആഹാരം കഴിച്ചപ്പോഴേ ഞാനും പവിത്രയൊക്കെ മനസ്സിലാക്കിയതാ. എല്ലും മുറിയെ പണിയെടുക്കുന്ന അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം പോലും നീയൊന്നും കൊടുക്കുന്നില്ലെന്ന്. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് അമ്മ ആഹാരം കഴിച്ചത് നിനക്കൊക്കെ കുറച്ചിലായിപ്പോയി അല്ലേ? അന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി കാണും. അതിന്റെ അവസാനം നിന്റെ ഭാര്യ അവളുടെ അമ്മയും കൂടി ചിലപ്പോ എന്റെ അമ്മയെ കൊന്നു പുഴയിലും കെട്ടിത്താത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് പോയി കേസ് കൊടുക്കാം. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ലടാ. അമ്മ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലയാളി ആരാണെന്നുണ്ടെങ്കിലും അവനെ കെട്ടിത്തൂക്കാൻ എനിക്കറിയാം. കൊന്നു കാണുമോ അമ്മേ? തറവാടിന്റെ മുമ്പിലുള്ള പുഴയിൽ കെട്ടിത്താത്തി കാണുമോ? എനിക്കതാ സംശയം.
ഇത്രയും നാളും ഇല്ലാത്ത ആള് വീട്ടിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞവര് ഇപ്പൊ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ഏതായാലും നമ്മൾ പത്രത്തിൽ വാർത്ത കൊടുത്തല്ലോ കണ്ണേട്ടാ. ഇനിയിപ്പോ വിവരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കേസ് കൊടുക്കാം. അപ്പൊ എന്തായാലും സത്യം പുറത്തു വരുമല്ലോ. അല്ലാതെ നമ്മൾ വെറുതെ തല്ലാനും കൊല്ലാനും നടക്കണ്ട. അവനെ എനിക്ക് വെട്ടി കണ്ടിക്കാനാ തോന്നുന്നേ, എന്റെ അനിയനെ. കുറെ ശാപങ്ങൾ കിട്ടി. ഇനിയിപ്പൊ അമ്മയുടെയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. അതെ, ഇനിയിപ്പൊ അവന് മരിച്ച പോലെ ജീവിക്കാം. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എനിക്ക് എന്റെ അമ്മ ഇങ്ങനെ കിട്ടിയാ മതി. ഇടയ്ക്ക് ഞാൻ വെറുത്തിരുന്നു, അത് ശരിയാ. എന്റെ കാർത്തൂനെയും പവിത്രയൊക്കെ തള്ളിക്കളഞ്ഞപ്പോ, അവരെ കഷ്ടപ്പെടുത്തിയപ്പോ. എന്നാ ഇതിന്റെ ഫലം അനുഭവിച്ച അമ്മയാ ഞാൻ അവസാനമായിട്ട് കാണുന്നേ. അത്രയ്ക്ക് ദയനീയമായിരുന്നു അമ്മയുടെ അവസ്ഥ. ആഹാരം കഴിക്കാതിരുന്നപ്പോൾ ഉള്ള രൂപമാ ഇപ്പോഴും എന്റെ മനസ്സിൽ. അതങ്ങോട്ട് മാഞ്ഞു പോകുന്നില്ല. അപ്പോഴേ മനസ്സിൽ ഓർത്തതാ, കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അമ്മയെ കൂടെ കൊണ്ടു നിർത്തണമെന്ന്. മനസ്സമാധാനത്തോടെ അമ്മ ജീവിക്കുന്നത് കാണണമെന്നൊക്കെ. ഇനി അത് സാധിക്കുമെന്തോ. കണ്ണേട്ടൻ ഇനിയിപ്പോ വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കഷ്ടപ്പാട് കൂടിയപ്പോ അമ്മ തറവാട് വിട്ട് ഇറങ്ങി പോകാനേ സാധ്യതയുള്ളൂ. കണ്ണേട്ടാ, അതിപ്പോ മിക്ക വീടുകളിലും നിത്യസംഭവ. അത് ശരിയാ കണ്ണ. ആൺമക്കളുള്ള അമ്മമാരാ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. മക്കൾക്ക് അമ്മയെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും മരുമക്കളും അതിനുള്ള മനസ്സ് കാട്ടിയാലേ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടാവും. എന്നും വഴക്കുവടിയാണെങ്കിൽ ഏതൊരു അമ്മയും അച്ഛനും അവസാനം വീട് വിട്ടു പോകാൻ നിർബന്ധിതരായിത്തീരും. അതിപ്പോ നമുക്കിടയിൽ നിത്യേന നടക്കുന്ന സംഭവമല്ലേ. തോറ്റു കൊടുക്കാൻ മക്കളും മരുമക്കളും തയ്യാറായില്ലെങ്കിൽ സ്വയം തോറ്റു കൊടുത്തുകൊണ്ട് അച്ഛനും അമ്മയും പടി ഇറങ്ങിപ്പോവും. എടാ, അത് അവരെ നോക്കാൻ മടിയുള്ള മക്കളുടെ കാര്യല്ലേ. എന്റെ അനിയന്റെ കാര്യം കളഞ്ഞേക്ക്. അമ്മയുടെ ഏത് അവശതയിലും അമ്മയെ നന്നായി നോക്കാൻ കഴിയുന്നൊരു മോൻ ഇവിടെ ഇല്ലേ? അത് മനസ്സിലാക്കിയിട്ട് നന്ദികേട് മാത്രം ശീലമാക്കിയ ഇളയ മോൻ അമ്മയെ എന്റെ അടുത്തേക്ക് എത്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോവാൻ എന്നോട് പറയണമായിരുന്നു. അമ്മ പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ബന്ധുവീടുണ്ടോ കണ്ണേട്ടാ? അമ്മ ആകെ പോകുന്നത് കരുണമാമ്മയുടെ വീട്ടിലായിരുന്നു, അല്ലാതെ മറ്റെവിടേക്കും പോകാറില്ല. കയ്യിലാണെങ്കിൽ മൊബൈലും ഇല്ല ഒന്ന് വിളിക്കാനായിട്ട്. സംഭവം അറിഞ്ഞതിന് ശേഷം പവിത്ര ആകെ വിഷമമായിട്ടിരിക്കുക. പിന്നെ കാർത്തൂനോടൊട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അല്ല, അവരെയൊക്കെ എന്നും വെറുപ്പിച്ചിട്ടേ ഉള്ളൂ അമ്മ. പക്ഷെ അവരൊരിക്കലും അങ്ങനെ ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രകൃതക്കാരല്ല. എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ കണ്ണേട്ടാ, എന്നിട്ട് നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാം. എന്റെ അമ്മയെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്ത് മറുപടി കൊടുത്തിട്ട് എന്ത് കാര്യം? അമ്മ എനിക്ക് ജീവനോടെ കാണണം, എനിക്കത്രേ ഉള്ളൂ. ഓരോന്ന് ശരിയായി വരുമ്പോ അതിന്റെ ഇരട്ടിയായിട്ട് മറ്റു പലതും കടന്നു വരിക. കുറച്ചു ദിവസങ്ങളും ആശ്വാസത്തോടെ കഴിയാൻ ഒരിക്കലും ദൈവം സമ്മതിക്കില്ല. വയസ്സാം കാലത്ത് മക്കൾക്ക് പേരുദോഷം കേൾപ്പിക്കുന്ന ചില അമ്മമാരുണ്ടാവും. അങ്ങനെ ഒരു അമ്മയായിപ്പോയി എന്റെ അമ്മയും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പത്രത്തിലൊക്കെ ഫോട്ടോ വന്നതുകൊണ്ട് ഉടനെ കണ്ടു കിട്ടുമായിരിക്കും അല്ലേ? ആർക്കറിയാം ഇനി ജീവിച്ചിരിപ്പുണ്ടോന്ന്. മരിക്കാനുള്ള ധൈര്യമൊന്നും അമ്മയ്ക്കില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ജീവനോടെ കാണും. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. ഒരാള് പോകുമ്പോഴേ അതിന്റെ വില മനസ്സിലാകത്തുള്ളൂ.
ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കനകേച്ച് പോയിട്ട് ഒരു കുഴപ്പമില്ല. എന്താ അതിന്റെ കാരണം? വെച്ചു വിളമ്പാൻ ഞാനിവിടെ ഒരുത്തിയുണ്ട്. ഞാനില്ലാതാകുമ്പോഴേ എന്റെ വലിപ്പം നിങ്ങക്ക് മനസ്സിലാവുള്ളൂ. മുമ്പ് വീട്ടുജോലിക്ക് ചെയ്തോണ്ടിരുന്നത് അമ്മ തന്നെയാണല്ലോ. ഇപ്പൊ ഇത്തിരി കൂടെ ജോലി കൂടി, അത്രയല്ലേ ഉള്ളൂ. ഏതായാലും ഇനി കനകേച്ചി ഇങ്ങോട്ടൊന്നും വരത്തില്ല. കണ്ണന്റെ കൂടെ പോയാ അവർക്കവിടെ സുഖമായിരിക്കും. എന്ത് സുഖം? തട്ടുകടയില് ഒരു പണിക്കാരിയെ കൂടി കിട്ടി, അത്ര തന്നെ. തട്ടുകട പവിത്രയുണ്ട്, കണ്ണന്റെ കൂട്ടുകാരും ഉണ്ട്. അതുകൊണ്ട് അവിടെ വലിയ പണിയൊന്നും കാണത്തില്ല. പിന്നെ വീട്ടിലാണെങ്കിലോ കടയിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ അവിടെയും കഴിക്കുന്നത്. ഓ, അപ്പൊ പിന്നെ ഒരു ജോലിയില്ല, സുഖം. ഇവിടെ കിടന്ന് അതുപോലെ ജോലി ചെയ്തില്ലേ, ഇനി സൂഹിക്കട്ടെ. അപ്പോഴും എന്റെ കാര്യമാ മോനെ കഷ്ടം. ജോലി ചെയ്ത് ചെയ്ത് എന്റെ പരിപ്പിളകുക. അതിനനുസരിച്ച് മാമിയുടെ ആയുസും കൂടും. ഈ പ്രായത്തിൽ ജോലി ചെയ്താലേ അസുഖങ്ങളൊന്നും വരത്തില്ല. എന്നൊന്നും പറയണ്ട മോനെ. അമിതമായിട്ട് ജോലി ചെയ്താ കിതയ്ക്കും. ഈ പ്രായത്തിൽ ചെയ്യാവുന്ന ജോലിയെ ചെയ്യാവൂ. എന്നാതേ ഇവള് ഈ സമയത്ത് എന്തെങ്കിലും കുനിയോ നിവരിക ചെയ്യേണ്ടതാ, അതൊട്ട് ചെയ്യത്തുമില്ല. ഇനി പറഞ്ഞു പറഞ്ഞ എന്റെ നേരെ വാ. ഓ, ഞാൻ ആരുടെയും നേരെ വരുന്നില്ല. ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. ആ, രാവിലെ രണ്ടാൾക്കും എന്താ കഴിക്കാൻ വേണ്ടത്? പുട്ടും കടലയുണ്ട്. എനിക്ക് ദോശ മതി. അതിന് കറി വേറെ ഉണ്ടാക്കണം. വേണ്ട, പുഴുങ്ങിയ 2 മുട്ട വേണം. ഓ, ഒന്ന് നിനക്കും മറ്റേത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനും, ഇല്ലയോ? ആ, അടുക്കളപ്പണി നിനക്കൂടി ഒന്ന് പഠിക്കാം. നാളെ മനസ്സും അടുത്ത് മാമി വീട് വിട്ട് പോയി കഴിഞ്ഞാലേ എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പൊ ഒരു ജോലിക്കാരി താനെ വരും, ഉണ്ണിയേട്ടൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ. അമ്മയെ കാണാനില്ലെന്ന് അറിഞ്ഞാല് പിന്നെ ഈ പത്രത്തിലെ അജ്ഞാത ജഡെന്നുള്ള വാർത്തയൊക്കെ കാണുമ്പോഴേക്കേ ഭയമാവുക. ഞാൻ അതുകൊണ്ട് പത്രത്തിലെ ആ കോളത്തിലേക്ക് നോക്കാറേയില്ല. വീട് വിട്ടു പോകേണ്ട ആവശ്യം അമ്മയ്ക്കുണ്ടായിരുന്നു കണ്ണേട്ടാ. ഇപ്പൊ നമുക്കൊരു കടയുള്ളതുകൊണ്ട് അമ്മ വെറുതെ ഇരുന്നാ മതി. സമയാസമയത്ത് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് നമുക്കൊപ്പം കൂടായിരുന്നു. ഇനിയിപ്പോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പവിത്രേ? ഒരു നിമിഷ നേരത്തെ ആലോചനയാ മനുഷ്യനെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പ്രേരിപ്പിക്കുന്നത്. ആത്മഹത്യയാണെങ്കിലും ഒളിച്ചോട്ടം ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ. എത്ര ആൺകുട്ടികളാ പ്രേമത്തിന്റെയൊക്കെ പേരില് പെൺകുട്ടികളെ കത്തിക്കുന്നത്, കൊല്ലുന്നത്. ഓരോ പ്രായത്തിൽ എങ്ങനെ ഓരോന്ന് ചിന്തിക്കും. ഇപ്പൊ അമ്മയ്ക്ക് 70 കഴിഞ്ഞു. കൊച്ചുകുട്ടികളുടെ മനസ്സായിപ്പോ. അതുകൊണ്ട് നമ്മളെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. പോവാൻ സാധ്യതയുള്ള എല്ലാ ബന്ധുവീടുകളിലും പോയി. അതിനുവേണ്ടി ഹരിദാസേട്ടനും ജമാലിക്കൊക്കെ പറഞ്ഞു വിടുകയും ചെയ്തു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ, ഇനിയിപ്പോ പത്രത്തിൽ ഫോട്ടോ വന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കും. എവിടെങ്കിലും പോയി വീട്ടു ജോലിക്ക് നിൽക്കുന്നുണ്ടോന്ന് ആർക്കറിയാം. എന്തായാലും തറവാട്ടിലെ പണി എവിടെയും കാണില്ല. 3 നേരവും ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാ ഒരുമാതിരിപ്പെട്ടവരൊക്കെ നിർത്തത്തില്ലേ? ഈ പ്രായത്തില് അന്യ വീട്ടില് പാത്രം കഴുകാൻ നിന്നാല അമ്മ, ഞങ്ങള് മക്കളുടെ പരാജയമല്ലേ പവിത്രേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ വീട് വിട്ട് പോവാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിന് അനുവദിക്കോ? ഒരു സൂചന പോലും തന്നില്ല. പിന്നെ കണ്ണേട്ടന്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അമ്മ ഒരു പാഠം പഠിക്കട്ടെ എന്ന് കരുതി ജയിലിൽ വന്ന് കണ്ടപ്പോഴും അമ്മയോട് ഞങ്ങൾക്കൊപ്പം വന്ന് നിൽക്കാൻ പറഞ്ഞില്ല. പക്ഷെ നീ പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് പോലെയാണോ കണ്ണേട്ടൻ പറയുന്നത്? കാർത്തു പോയപ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മോൾക്കൊരു കൂട്ടിന് അമ്മ വേണമെന്ന്. കണ്ണേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ വന്ന് നിന്നേനെ. ഇടയ്ക്ക് ഞാൻ അങ്ങനെയുള്ള സൂചനകളൊക്കെ കൊടുത്തതാ. എന്തു കൊടുത്തൂന്ന്? ജയിലിൽ നിന്ന് വന്ന ശേഷം പോലും കണ്ണേട്ടൻ അതിനു വേണ്ടി കൂടുതലൊന്നും ശ്രമിച്ചില്ല. ഇനിയിപ്പോ പവിത്ര അവനെ കുറ്റമൊന്നും പറയണ്ട. അമ്മ ഒരിക്കലും തറവാട് വിട്ടു പോകുന്നു നമ്മളാരും കരുതിയതല്ലോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങോട്ട് വരുന്നത് തന്നെയല്ലേ വിശ്വാസം. ഞാനും പവിത്രയും ജീവിച്ചിരിക്കുമ്പോ അമ്മ ഇവിടെ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. കാർത്തവും പറഞ്ഞു അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് അമ്മ വന്നേ പറ്റൂ. നോക്കാൻ മക്കളുണ്ടെങ്കിൽ ഇവിടെ കഴിയണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് ഇവിടേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവരുത്. തിരികെ കൊണ്ടുവിടില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നാലേ അമ്മ വിടൂ. എനിക്ക് വേണ്ടത് എന്റെ അമ്മയാ. അതിന് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം.
നിനക്ക് എങ്ങനെയാ മോനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നേ? എന്താ ഇത്? ഞാൻ എല്ലാരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഒന്നേ. മനുഷ്യരെ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന സകല മിണ്ടാപ്രാണികളോടും മണ്ണിനോടും വിളകളോടും ഒക്കെ ഒരേ സ്നേഹ. പ്രകൃതിയും മനുഷ്യനെയും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ഒരാളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ എന്നെ പ്രസവിച്ച് എന്റെ അമ്മ ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം എനിക്ക് സ്വസ്ഥത കിട്ടുമോ? എനിക്ക് മനസ്സമാധാനം കിട്ടുമോ? പോകാൻ റെഡിയായിക്കോളൂ. നിങ്ങൾ വരൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമ്മ ഈ പടി ചവിട്ടില്ല. അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരാളും അങ്ങോട്ട് വന്നേക്കരുത്. ഞങ്ങൾ ഒരിക്കലും വരില്ല. അറിയാവിടെ വരില്ലെന്ന്. എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് നിന്റെ അമ്മയെ കാണണമെന്ന് തോന്നും. ഇവളുടെ ഉണ്ടല്ലോ വയറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത. വേണ്ട, അതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. കണ്ണേട്ടൻ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, തല്ലിക്കോ. പക്ഷെ ഇവളെ മോശക്കാരിയാക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനാ മോശക്കാരിയാക്കുന്നേ? ഇവളെന്താണെന്ന് ഇവക്കും അറിയാം, അവളുടെ അമ്മയ്ക്കും അറിയാം. എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിന് അമ്മയെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ചത് നീയാണെന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു. എടാ, ഇവിടുന്ന് പടി ഇറക്കി വിട്ടതാ പവിത്രയും കാർത്തൂനെയും. പക്ഷെ ഇനി ഏത് അവസ്ഥയിലും അമ്മയ്ക്ക് കൂട്ട് പവിത്രയാ. ഇടയ്ക്ക് കാർത്തൂൻ വരും. അവർക്കൊക്കെ അമ്മയെ വേണോടാ. അല്ലാതെ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ കണക്ക് പറഞ്ഞ് അമ്മ അവരാരും തള്ളിക്കളയില്ല. പക്ഷെ നീ തള്ളിക്കളഞ്ഞു. എന്നേക്കാൾ കൂടുതൽ അമ്മ നിന്നെ സ്നേഹിച്ചതിന്. അതാണ് നിന്റെ ദൃഷ്ടിയിൽ അമ്മ ചെയ്ത തെറ്റ്. നിനക്ക് വേണ്ടി ഒരാളുടെ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിനക്ക് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ കണക്ക് പറയാനായിട്ട് നിനക്ക് ദൈവം തന്ന ശിക്ഷയാ ദേ ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ. നിനക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടന്നവനാ ഞാൻ. അതിന് പകരമായിട്ട് ഇതൊന്നും തന്ന പോരാ. അതിനുള്ള പാരിതോഷികമല്ല ഞാൻ തന്നത്. എനിക്കൊരു കുഞ്ഞിനെ തന്നതിന്, അതിന് ദീപേട്ടൻ കാരണമായതിന് ഞാൻ കാട്ടിയ നന്ദിയാ അതൊക്കെ. അമ്മ ചോദിക്കുന്നുണ്ട് ആ 3.5 ഏക്കർ പറമ്പിനെ കുറിച്ച്. ഇപ്പോഴും അമ്മയ്ക്ക് അറിയില്ല അത് ഞാൻ ദീപേട്ടന് തന്നെന്ന്. അതങ്ങ് പറയാൻ മേലായിരുന്നോ? സ്വത്ത് ദാനം ചെയ്ത കഥ അതവരെ എന്നായാലും അറിഞ്ഞല്ലേ പറ്റൂ. ആരെന്തറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ പറ്റൂ. അതിനുള്ള ഒരു സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞതാ. കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ അച്ഛൻ ഉണ്ണിയായിരിക്കും. പുറമേ അങ്ങനെ പറയാം, പക്ഷെ സത്യം അതല്ലല്ലോ. നമ്മൾ തമ്മിലുള്ള ഉടമ്പടി നീ മറക്കരുത്. എടീ, എന്നെ നീ സ്നേഹിച്ചതേ ഉണ്ണിയും ഒന്നിച്ച് കഴിഞ്ഞാ നിനക്കൊരു കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ്. ഇനിയിപ്പൊ ഞാൻ ജയിലിൽ നിന്ന് വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിനക്ക് ഉണ്ണിയോടുള്ള ഈ വെറുപ്പ് മറ്റൊരാളോടുള്ള സ്നേഹമായിട്ടങ്ങ് മാറും. അന്നേരം എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. അനാവശ്യം പറയരുത്. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചത് ദീപേട്ടനെയാ. എടി, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലേ ജീവിത അവസാനം വരെ നീ എന്നെ ഓർത്ത് കഴിഞ്ഞേനെ. ഞാൻ മടങ്ങി വരുന്നത് വരെ കാത്തിരുന്നേനെ. നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞ ജഡ്ജിയാ പറഞ്ഞാ മതി. അങ്ങേർക്ക് തോന്നിയില്ലല്ലോ നിങ്ങളെ തൂക്കിലേറ്റാൻ. ഞാൻ കഴുകുമരത്തിൽ കയറുമ്പോ നീ കഴുത്തിൽ കിടക്കുന്ന താല് വലിച്ചു പൊട്ടിക്കുന്ന എനിക്ക് അറിയാവടി. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ വരുമ്പോ എന്നോട് ചോദിക്കാനായിട്ട്. സുധേ, നീ എങ്ങനെ കഴിയുന്നു ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? നീ വിശ്വന്റെ ഒപ്പം കഴിയുന്നു, അതിപ്പോ ചോദിക്കാൻ എന്തോ? അകത്തോട്ട് കൈ വന്നിരുന്നെങ്കിലോ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെക്കിയേനെ. നീ അതല്ല, അതിന്റെ അപ്പുറവും ചെയ്. നിന്നെ പോലുള്ള ചില പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്നതാ ഭാരം. ഇനി ഞാൻ വരില്ല മിക്കവാറും. പകരം മറ്റാരെങ്കിലും വരും എന്നെ മരണവാർത്ത പറയാൻ. നീ പെട്ടെന്നൊന്നും മരിക്കത്തില്ലടി. അങ്ങനെ മരിക്കാൻ മാത്രം നന്മയൊന്നും നീ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ പ്രായത്തിലാ നീ എന്നെ ചതിച്ചത്.
പക്ഷെ നമ്മുടെ മോളുണ്ടല്ലോ, അവൾ ഉണ്ണിയെ കിട്ടിയതിന്റെ 4ന്റെ അന്ന് മുതൽ അവനെ ചതിച്ചു തുടങ്ങി. അങ്ങനെ നോക്കുമ്പോ അവളാ മിടുക്കി. ആരോടും സങ്കടങ്ങൾ പറയാനില്ല, അതാ ഇങ്ങോട്ട് ഓടി വരുന്നത്. ആ നേരത്ത് ചെറുപ്പക്കാര് പിള്ളേർക്കില്ലാത്ത സംശയവാ. നിങ്ങളുടെ മോള് നിങ്ങൾ പറഞ്ഞതുപോലെ കെട്ടിയോനെ ചതിച്ചോണ്ടിരിക്കുക. എന്നിട്ടും അവനവളെ സംശയമില്ല. പരിശുദ്ധിയോടെ ജീവിക്കുന്ന എന്നെയാ അങ്ങേർക്ക് സംശയം. എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുന്നേ? കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകളൊക്കെ ഞാൻ കേട്ടു. എന്നാ പിന്നെ പരിശുദ്ധ ചെല്ല്. അവളിനി എപ്പോഴാ അടുക്കള കയറുന്നത്? ഉടനെ ചായ ഇടാൻ കയറും. എന്നാ ഗ്യാസ് ഓണാക്കിയിട്. അവൾ അടുക്കളയിലേക്ക് വന്ന് ചായ ഇടാൻ ശ്രമിക്കുമ്പോ നിന്ന് കൊത്തട്ടെ. ഹലോ ചേച്ചി. അത് കുഴപ്പമാവോ മോളെ? ഒരു കുഴപ്പമില്ല. ഇന്നത്തോടെ തീരണം അവള്. പിന്നെ നമ്മളെ രണ്ടാളും ജയിലിൽ കിടത്തണമെന്ന് ആരും ആഗ്രഹിക്കാത്തോണ്ട് അതൊരു അപകടമായി മാറിക്കോളും. വീട് കത്തില്ലേ മോളെ? അപ്പോഴേക്കും അണയ്ക്കാൻ ആള് വന്നോളൂ. അടുക്കള കത്തും, അത് പെട്ടെന്ന് പുതുക്കി പണിയാം. എന്നാ അതിനൊപ്പം കത്തി ചാമ്പലാവുന്നവള് പിന്നെ നമുക്ക് ശല്യത്തിനുണ്ടാവില്ല. ശരി മോളെ. ആരോ കത്തിത്തീർന്ന പോലെ തോന്നി. നമ്മുടെ മക്കള് പറയുന്നുണ്ട് അമ്മ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണമെന്ന്. അതവര് ദേഷ്യം കൊണ്ട് പറയുന്ന. എന്നാ സ്നേഹത്തോടെ ഞാൻ പറയാ, എത്രയും പെട്ടെന്ന് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. അത് വേണമെന്ന് തനിക്ക് തോന്നുന്നില്ലേ? എന്റെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നോർമലാ. പക്ഷെ തന്റെ സംസാരവും പ്രവൃത്തിയൊക്കെ ഇപ്പൊ ഒരു നോർമലായ മനുഷ്യനെ പോലെ അല്ല. ശരത്തേട്ടനും എന്നെ സംശയിക്കരുത്. പൂർണ്ണ ആരോഗ്യത്തോടെ എന്നും എന്റെ ഭാര്യ എനിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. ഇപ്പൊ തന്റെ മാനസിക നില തെറ്റിയിരിക്കുക. ആഹാരം, ഉറക്കം ഇതൊക്കെ പഴയ പോലെ അല്ല. എന്തോ തന്നെ അലട്ടുന്നുണ്ട്. ഡോക്ടർ അരുന്ധതി സുഹൃത്തല്ലേ, അവരോട് പറഞ്ഞാൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്റെ മക്കളെ കുറിച്ച് ഓർത്താ എനിക്ക് ഭയം. അവരും ഇപ്പൊ തന്നെ പോലെ തന്നെ സ്വഭാവം മാറ്റിയല്ലോ. കാർത്തുമായിട്ട് പൊരുത്തപ്പെടാനും തുടങ്ങിയല്ലോ. അതിലെനിക്ക് വിശ്വാസമില്ല ശരത്തേട്ടാ. അവരുടെ മനസ്സില് കാർത്തുവിനോട് പഴയ ദേഷ്യം അതേപടി തന്നെ നിലനിൽക്കുക. എന്ന് പറയാൻ മാത്രം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായോ? എനിക്ക് സ്വപ്നത്തിൽ തെളിഞ്ഞത് അതൊക്കെയാ. മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടാ ഈ സ്വപ്നമൊക്കെ കാണുന്നത്. അതിനത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. അല്ല, ഇപ്പൊ എന്ത് സ്വപ്ന കണ്ടത്? അത് പിന്നെ കാർത്തൂന് നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തോ? അതാകാനേ വഴിയുള്ളൂ. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. അരുണിന്റെ ഭാര്യ എന്ന നിലയിലും നമ്മുടെ മക്കളെക്കാൾ നല്ല സ്വഭാവമുള്ള പെൺകുട്ടി എന്ന നിലയിലും കാർത്തൂനെ സ്നേഹിക്കാം. അതൊരു തെറ്റല്ല. എന്നാൽ അമിതമായി കാർത്തൂന്റെ പിന്നാലെ നടന്നാൽ, ആ കുട്ടിയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ, അതിലപ്പോ സ്വന്തം മക്കൾക്ക് ഇഷ്ടം. എന്നെ കൊന്നിട്ട് ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അപ്പച്ചി. അങ്ങനെ പറയരുത്. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാ. അതിന്റെ കാരണമൊന്നും ചോദിക്കണ്ട. മോളാണ് ഇപ്പൊ വീടിന്റെ ഐശ്വര്യം. അതുകൊണ്ട് മോളില്ലാത്ത വീട്ടിൽ വെളിച്ചം കയറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അനന്തരവനാരും. അതുകൊണ്ട് തന്നെ മോളെ ഓർത്ത് അവൻ ദുഃഖിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ജീവിച്ചിരിക്കുന്ന മോള് എന്നും അവനൊരു ആശ്വാസമായിരിക്കും. മനസ്സമാധാനം കളയുന്ന ഒരു പ്രവൃത്തിയും മോള് ചെയ്യില്ല. എന്നാ മോളില്ലാതെ അവനൊരിക്കലും മുന്നോട്ട് പോവാൻ പറ്റില്ല. ദൈവം ഞങ്ങളെ അങ്ങനെയൊന്നും പിരിക്കില്ല അപ്പച്ചി. ദൈവം പിരിക്കില്ല. പക്ഷേ ചില മനുഷ്യര് വിചാരിച്ചാൽ ദൈവം തന്ന ജാതകം പോലും തിരുത്തി എഴുതാൻ പറ്റും. അത് മറക്കണ്ട.
വരന്റെ അടുത്തേക്ക് പോയിക്കോ, ഞാൻ ചായ ഉണ്ടാക്കാം. അയ്യോ അത് വേണ്ട. കുളി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നതേ ശീലായിപ്പോയി. ആ ശീലങ്ങളൊക്കെ ഇവിടുള്ള മറ്റുള്ളവരും പഠിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പച്ചി. എല്ലാവരും സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നേ. അങ്ങനെയൊന്നും കണക്കിലെടുക്കണ്ട. മുന്നിൽ വന്ന് ചിരിച്ച് സംസാരിക്കുന്നവരുടെയൊക്കെ മനസ്സിലെന്താന്ന് പറയാൻ പറ്റില്ല. ലതികെടുത്തി എവിടെ? അനന്തുവേട്ടനുമായിട്ട് അമ്പലത്തിൽ പോയതാ. എന്നാ പിന്നെ മോൾക്കും പോവായിരുന്നില്ലേ? അമ്മ വിളിച്ചതാ. പിന്നെ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം എടുക്കണ്ടേ. മോളിവിടുത്തെ ജോലിക്കാരിയല്ല, മരുമകളാ. അത് മറ്റുള്ളവർ മറന്നാലും മോള് മറക്കരുത്. ഓ, നീ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നോ? ഞാനിപ്പോഴാ വന്നത്. ആ, അടുക്കള നിനക്ക് കൈത്താണല്ലോ. വീട്ടിലേക്ക് വരുമ്പോ ഏട്ടത്തെ അത്ര പരിഗണിക്കുന്നില്ല. കാർത്തൂന്റെ അരികിൽ കൂടുതൽ നേരം ഇരിക്കാൻ അപ്പച്ചി ഇഷ്ടപ്പെടുന്ന പോലെ. എങ്ങനെ നിന്ന ആളാ. ഞങ്ങളുടെ കല്യാണത്തിനന്നേ തലവഴി മണ്ണെടുത്ത് ഒഴിച്ച കൂട്ടത്തില. എന്റെ കണ്ണേട്ട സത്യം പറഞ്ഞ ഞങ്ങളെയൊക്കെ ജീവനോടെ കത്തിക്കുകയായിരുന്നു. ഇപ്പത് ശരത്തങ്ങളുടെ മുന്നിൽ പോലും നല്ല ഭാര്യയായിട്ട് കഴിയാ. ഇടയ്ക്കപ്പച്ചി കണ്ണേട്ടനെ സഹായിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ അങ്കിളാ ചോദിക്കുന്ന കണ്ണേട്ടൻ എന്തെങ്കിലും സഹായം വേണോന്ന്. ഇപ്പൊ അങ്ങനെയോ? എന്റെ കണ്ണേട്ട, ശരത് അങ്കിളിന് ജീവിതത്തിൽ സ്വത്തും പണമൊന്നും പ്രശ്നമേ അല്ല. അങ്കിളിന് അംഗീകരിക്കുന്ന അപ്പച്ചി, അത് മാത്രമായിരുന്നു ആഗ്രഹം. കാലം കുറെ കടന്നുപോയെങ്കിലും ഇപ്പോ ആ ആഗ്രഹം നടന്ന സന്തോഷത്തിലെ പുള്ളിക്കാരൻ. അതിന്റെ നന്ദി കണ്ണേട്ടനോട് കാണിക്കണമെന്നാ പറയുന്നത്. ഇന്നലെ വരെ ഭാര്യയുടെ മുമ്പിൽ അടിമയായിരുന്നു ശരത് സാറ്. ഇപ്പൊ ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു തുടങ്ങി. നാളെ ഇനി അപ്പച്ചി അരുണ്ടങ്കിള് തള്ളി പറയാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല അരുണേ. മനുഷ്യന്റെ സമയം മാറുന്നതനുസരിച്ച് സ്വഭാവം മാറാം. ഇവിടെ പ്രതി അമ്മയാണ് കേട്ടോ. താൻ വളർത്തിയതാടോ തന്റെ 2 മക്കളെ. അമ്മയുടെ പഴയ സ്വഭാവം തന്നെയാ അവർക്ക് 2 പേർക്കും കിട്ടിയിരിക്കുന്നത്. എന്നാ തന്റെ മൂത്ത മോളെ വളർത്തിയത് കണ്ണൻ എന്ന മനുഷ്യനാ. അതാ കുട്ടിക്ക് ഗുണം ചെയ്തു. ഞാനത് 100% സമ്മതിക്കുന്നു. ആണുങ്ങളോട് എനിക്കുള്ള വെറുപ്പ് കണ്ട എന്റെ മക്കള് വളർന്നത്. ഒരാള് ചെയ്ത തെറ്റിന് ആണെന്ന വർഗത്തെ മുഴുവൻ താൻ വെറുക്കായിരുന്നു. സാധുവായ ശരത്തിനെ പോലും താൻ അടിച്ചമർത്തി. അവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. ഒരു സമയത്ത് അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഡോക്ടർ പറഞ്ഞ പോലെ പാവപ്പെട്ട ചിലരെ ഞാൻ വേദനിപ്പിച്ചു. എന്റെ മക്കൾക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകി വളർത്തി. എല്ലാവരെയും ഞാൻ കാൽച്ചുവട്ടിൽ നിർത്താൻ ശ്രമിച്ചു. എന്നാലിപ്പോ അതിനൊക്കെ പരിഹാരം കാണാനാ ശ്രമം. ആയിക്കോട്ടെ, അത് നല്ല കാര്യമാ. പക്ഷെ അതിനിടയിൽ നഷ്ടപ്പെട്ട മകൾക്ക് ഇത്രയും കാലം കരുതി വെച്ചിരുന്ന സ്നേഹം ഒന്നിച്ചു കൊടുക്കാൻ നോക്കിയാ താൻ പിടിക്കപ്പെടും ദേവ. മറ്റുള്ളവരുടെ കണ്ണിൽ താൻ കാർത്തുവിനോട് കാണിക്കുന്ന സ്നേഹം കരടായി മാറും. അവൾ ഒരു അനാഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി താനാണോ അവളുടെ അമ്മയെന്ന് തന്റെ മക്കളെങ്കിലും സംശയിച്ചുകൂടായികയില്ല.